ആഗം എജ്യൂടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് 9th ഗ്രേഡിലെ, അതായത് പുതിയതായിട്ട് റിലീസ് ചെയ്തിരിക്കുന്ന 9th ഗ്രേഡിന്റെ സിലബസിലുള്ള ആദ്യത്തെ ചാപ്റ്റർ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഹാഫ് എ ഡേ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ഒരു ഈജിപ്ഷ്യൻ റൈറ്റർ ആയിട്ടുള്ള നഖീബ് മഹ്ഫൂസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് സമയം കളയണ്ട, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്ന പേരിലാണ്. അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? അതായത് ഈ ലോകത്ത് 3 കാലങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് 3 കാലങ്ങൾ? പ്രസൻറ്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട് അല്ലേ? അതിനൊന്ന് ഓർഡർ ആക്കി കഴിഞ്ഞാൽ ആദ്യം പാസ്റ്റ് ആണ്, രണ്ടാമത് പ്രസൻറ്റ് ആണ്, മൂന്നാമതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലേ? ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങൾക്കും ഈ പറയുന്ന സംഭവമുണ്ട്, ശരിയല്ലേ? അതായത് കഴിഞ്ഞു പോയ ഒരു ഭൂതകാലം, ഒരു പാസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രസൻറ്റ് ഒരു വർത്തമാനകാലമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നാളെ സ്വപ്നം കാണുന്ന ഒരു ഫ്യൂച്ചർ, ഒരു ഭാവി കാലമുണ്ട്. ഇങ്ങനെ 3 കാലങ്ങളാണ് ഈ ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു യൂണിറ്റാണ് അവേഴ്സ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ്. അപ്പോൾ ഇവിടെ ഒരു ടി.എസ്. എലിയട്ടിൻ്റെ ചെറിയൊരു കോട്ടോട് കൂടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഈ യൂണിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 2 പ്രോസും ഒരു പോയട്രിയുമാണ് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തേത് ഹാഫ് എ ഡേ എന്ന് പറയുന്നത് ഒരു ചെറുകഥയാണ്, ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അതുപോലെ തന്നെ ഡെറ്റ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സ്പീച്ച് നമുക്ക് പഠിക്കാനുണ്ട്. നത്തിങ് ട്വൈസ് എന്ന് പറയുന്ന ഒരു പോയട്രിയും നമുക്ക് ഈ യൂണിറ്റിലായിട്ട് പഠിക്കാനുണ്ട്. ഇതൊക്കെ കാലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനായിട്ട് ഇവിടെ ഉള്ളത്. ഇനി എന്തായാലും നമുക്ക് നേരെ ആ ഒരു ഓഥറിലേക്ക് അല്ലേ, എഴുത്തുകാരനിലേക്ക് പോവാം. എബൌട്ട് ദി ഓഥർ, Naqib Mahfouz was born in Al Cairo, Egypt in 1911. അപ്പോൾ നമ്മളുടെ എഴുത്തുകാരൻ അദ്ദേഹം ഈജിപ്തിലാണ് ജനിച്ചത്, 1911. ആഫ്റ്റർ റിസീവിങ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ഫിലോസഫി ഫ്രം കെയ്റോ യൂണിവേഴ്സിറ്റി ഇൻ 1934. 1934 അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഫിലോസഫിയിലാണ് അദ്ദേഹം ആ ഒരു ഡിഗ്രി നേടിയത്. മഹ്ഫൂസ് ജോയിൻഡ് ദ ഈജിപ്ഷ്യൻ സിവിൽ സർവീസ്. അങ്ങനെ ഡിഗ്രിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അദ്ദേഹം സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തു. ഹീ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൈറ്റേഴ്സ് ഇൻ അറബിക് ലിറ്ററേച്ചർ. അദ്ദേഹം കരുതപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹം അറബിക് ലിറ്ററേച്ചറിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനാണ്. ഹി വാസ് ദ ഫസ്റ്റ് ഈജിപ്ഷ്യൻ ആൻഡ് ദ ഫസ്റ്റ് അറബ് റൈറ്റർ ടു വിൻ ദ നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അതുപോലെ മറ്റൊരു ബഹുമതി കൂടിയുണ്ട്. ആദ്യമായിട്ട് ഒരു അറബ് റൈറ്റർ അല്ലെങ്കിൽ ഒരു ഈജിപ്ഷ്യൻ റൈറ്റർ നൊബേൽ പ്രൈസ് നേടിയത് ഇദ്ദേഹത്തിലൂടെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിനാണ് ആദ്യമായിട്ട് ആ നൊബേൽ പ്രൈസ് കിട്ടിയത്. ഹി പബ്ലിഷ്ഡ് 35 നോവൽസ്, അറൗണ്ട് 350 ഷോർട്ട് സ്റ്റോറീസ് ആൻഡ് 26 സ്ക്രീൻ പ്ലേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്ത് ജീവിതത്തിൽ 35ഓളം നോവലുകളും 350ഓളം ചെറുകഥകളും അതുപോലെ 26ഓളം തിരക്കഥകളുമാണ് അദ്ദേഹം എഴുതിയിരുന്നത്. His most famous works include The Cairo Trilogy and Children of Galawi. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 പുസ്തകങ്ങളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Many of Mahfouz's works have been made into films. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ സിനിമകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. He died on 30th August 2006. അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് 2006 ഓഗസ്റ്റ് 30-നാണ്. അപ്പോൾ എബൌട്ട് ദി ഓഥർ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമുക്ക് പഠിക്കാനുള്ള ഈ കഥ എടുത്തിരിക്കുന്നത് ദ ടൈം ആൻഡ് ദ പ്ലേസ് ആൻഡ് അതർ സ്റ്റോറീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ഹാഫ് എ ഡേ. എന്നാൽ നമുക്കിനി കഥ കേട്ടാലോ? എല്ലാവരും റെഡി അല്ലേ? ഐ പ്രൊസീഡഡ് അലോങ് സൈഡ് മൈ ഫാദർ, ക്ലച്ചിങ് ഹിസ് റൈറ്റ് ഹാൻഡ്, റണ്ണിങ് ടു കീപ്പ് അപ്പ് വിത്ത് ദ ലോങ് സ്ട്രൈഡ്സ് ഹി വാസ് ടേക്കിംഗ്. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഒരു കുട്ടിയുടെ പെർസെപ്ഷനിൽ നിന്നിട്ടാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ ഒരു കുട്ടി നമ്മളോട് പറയാണ്, ഞാനിപ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അച്ഛനിങ്ങനെ ഓരോ കാല് നീട്ടി വെക്കുമ്പോഴും വളരെ ദൂരം തോന്നുന്നുണ്ട്. ഞാനൊരു ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ എനിക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റില്ല, അച്ഛൻ നടക്കുന്ന അതേ വേഗത്തിൽ നടക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ട് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ മൈ ക്ലോത്ത്സ് were ന്യൂ. ഞാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ പുതിയതാണ്.
the black shoe, the green school uniform and the red taboosh. അപ്പോൾ എന്തൊക്കെയാണ് പുതിയതായിട്ടുള്ളത്? പുതിയൊരു ഷൂ ഉണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ കളറിലുള്ളൊരു സ്കൂൾ യൂണിഫോം ഇട്ടിട്ടുണ്ട്, ആൻഡ് ദ റെഡ് ടാബൂഷ്. ടാബൂഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൈൽ ആൻഡ് തൊപ്പിയാണ് ടാബൂഷ് എന്ന് പറയാം. മൈ ഡിലൈറ്റ് ഇൻ മൈ ന്യൂ ക്ലോത്ത്സ് however was not altogether unmet, for this was no feast day but the day on which I was to be cast into school for the first time. അപ്പം പുതിയ വസ്ത്രങ്ങളൊക്കെ ലഭിച്ചതിൻ്റെ സന്തോഷമൊക്കെ എനിക്കുണ്ട്, എന്നാൽ ആ സന്തോഷം പൂർണ്ണമായിട്ട് എനിക്കുണ്ടോ? ഇല്ല. കാരണം ഇതൊരു ഫീസ്റ്റ് ഡേ അല്ല. അതായത് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വലിയ സദ്യയൊക്കെ കിട്ടുന്ന അതിനെയാണ് നമ്മൾ ഫീസ്റ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പെരുന്നാൾ ദിവസമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ പുതിയ ഡ്രസ്സൊക്കെ കിട്ടിയാൽ പൂർണ്ണമായിട്ടൊരു സന്തോഷമൊന്നും എനിക്ക് ഇല്ല. കാരണം ആ പൂർണ്ണമായിട്ട് സന്തോഷമില്ലാത്തതിന് കാരണം എന്താ? ഇന്നെൻ്റെ ആദ്യത്തെ ദിവസമാണ്. എങ്ങോട്ട് പോകുന്ന ആദ്യത്തെ ദിവസം? സ്കൂളിലേക്ക് പോകുന്ന ആദ്യത്തെ ദിവസമാണ്. ഇപ്പം നമ്മളെല്ലാവരും സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അപ്പോൾ കുട്ടി പറയാണ്, എനിക്ക് പുതിയ വസ്ത്രങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ പൂർണ്ണമായി സന്തോഷത്തിലൊന്നുമല്ല. കാരണം ഞാൻ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. My mother stood at the window watching our progress and I would turn toward her from time to time. എൻ്റെ അമ്മ ആ ജനാലയുടെ സൈഡിൽ നിന്നിട്ട് ഞങ്ങൾ പോകുന്നത് നോക്കുന്നുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആസ് ദോ അപ്പീലിംഗ് ഫോർ ഹെൽപ്പ്. ഞാനിങ്ങനെ എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തൂ എന്ന രീതിയിലാണ് ഞാൻ അമ്മയെ തിരിഞ്ഞു നോക്കുന്നത്. വി വാക്ക്ഡ് എലോങ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. ഞങ്ങളൊരു തെരുവിലൂടെ ഇങ്ങനെ പോവാണ്. അതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഗാർഡൻസ്, അതായത് ഒരു പൂന്തോട്ടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓൺ ബോത്ത് സൈഡ്സ് വെർ എക്സ്റ്റെൻസീവ് ഫീൽഡ്സ് ഓഫ് പ്ലാന്റഡ് വിത്ത് ക്രോപ്സ്. പലതരത്തിലുള്ള ചെടികളാണ് അവിടെയുള്ളത്. പ്രിക്ലി പിയേഴ്സ്, കള്ളിമുൾ ചെടികളുണ്ട്, ഹെന്ന ട്രീസ്, മൈലാഞ്ചി ഉണ്ട്, ആൻഡ് ഫ്യൂ ഡേറ്റ് പാംസ്, അതുപോലെ തന്നെ ഈന്തപ്പനകളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. വൈ സ്കൂൾ? ഐ ചലഞ്ച് മൈ ഫാദർ ഓപ്പൺലി. അങ്ങനെ നടക്കുന്ന സമയത്ത് അച്ഛനോട് ഞാൻ ചോദിച്ചു, എന്തിനാണ് സ്കൂള്? ഐ ഷാൽ നെവർ ഡു എനിത്തിങ് ടു അനോയ് യു. അച്ഛനെ ശല്യപ്പെടുത്തുന്ന ഒന്നും തന്നെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, പിന്നെ എന്നെ എന്തിനാണ് സ്കൂളിൽ കൊണ്ടുവിടുന്നത് എന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചു. അപ്പോൾ അച്ഛൻ അതിന് മറുപടി പറഞ്ഞു, ഐ എം നോട്ട് പണിഷിങ് യു. ഞാൻ നിന്നെ ശിക്ഷിക്കുകയല്ല. ഹി സെഡ് ലാഫിങ്. ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത്. സ്കൂൾസ് നോട്ട് എ പണിഷ്മെൻറ്റ്. സ്കൂൾ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല. ഇറ്റ് ഈസ് ദ ഫാക്ടറി ദറ്റ് മേക്സ് യൂസ്ഫുൾ മെൻ ഔട്ട് ഓഫ് ബോയ്സ്. അതായത് കുട്ടികളിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആക്കി മാറ്റുന്ന ഒരു ഫാക്ടറിയാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഡോണ്ട് യു വാണ്ട് ടു ബി ലൈക്ക് യുവർ ഫാദർ ആൻഡ് ബ്രദേഴ്സ്? അപ്പോൾ നിനക്ക് അച്ഛനെയും ബ്രദേഴ്സിനെ പോലെയൊക്കെ വളരണ്ടേ എന്ന് ചോദിച്ചു. ഐ വാസ് നോട്ട് കൺവിൻസ്ഡ്. ഇതൊക്കെ കേട്ടിട്ടും എനിക്ക് ആ ഒരു കൺവിൻസിങ് ആയി തോന്നിയില്ല. ഐ ഡിഡ് നോട്ട് ബിലീവ് ദർ വാസ് റിയലി എനി ഗുഡ് ടു ബി ഹാഡ് ദ ടിയറിങ് മീ എവേ ഫ്രം ദ ഇൻറ്റിമസി ഓഫ് മൈ ഹോം ആൻഡ് ത്രോയിങ് മീ ഇൻ ടു ദ ബിൽഡിംഗ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ വളരെ, ഞാനിപ്പോൾ വീട്ടിലിങ്ങനെ വളരെ എന്താ പറയുക, എല്ലാവരുമായിട്ട് സ്നേഹത്തിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എന്നെ പറിച്ച് ഈ കാണുന്ന ഒരു സ്കൂളിൻ്റെ ബിൽഡിങ്ങിലേക്ക് പറിച്ച് നടുന്നത് എനിക്ക് അത്ര വലിയ നല്ല കാര്യമായിട്ട് തോന്നിയില്ല. ആൻഡ് ദാറ്റ് സ്റ്റൂഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ റോഡ് ലൈക്ക് എ സം ഹ്യൂജ് ഹൈ വോൾ ഫോർട്രസ്. ആ സ്കൂൾ കണ്ടപ്പോൾ നമ്മളുടെ കുട്ടിക്ക് എന്താ തോന്നിയത്? വലിയൊരു കോട്ട പോലെ തോന്നി. എക്സീഡിംഗ്ലി സ്റ്റേൺ ആൻഡ് ഗ്രിം. വളരെ ശിക്ഷാർഹമായിട്ടുള്ള ഒരു കോട്ട പോലെയായിട്ടാണ് കുട്ടിക്കത് തോന്നിയത്. വെൻ വി അറൈവ്ഡ് അറ്റ് ദ ഗേറ്റ് വി വുഡ് സീ ദ കോർട്ട്യാർഡ്. ഗേറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്കൂളിൻ്റെ മുറ്റം എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. വാസ്റ്റ് ആൻഡ് ക്രാംഡ് ഫുൾ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. ആ ഒരു മുറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ വലിയ മുറ്റമായിരുന്നു, പക്ഷേ അതിൽ നിറയെ കുട്ടികളായിരുന്നു. ബോയ്സും ഗേൾസും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. ഗോ ഇൻ ബൈ യുവർ സെൽഫ് സെഡ് മൈ ഫാദർ. അപ്പോൾ എൻ്റെ അടുത്ത് അച്ഛൻ എന്താ പറഞ്ഞത്? ഗോ ഇൻ ബൈ യുവർ സെൽഫ്. നീ അങ്ങോട്ട് പോയിക്കോളൂ, നീ തന്നെ പോയിക്കോളൂ. ആൻഡ് ജോയിൻ ദം, പുട്ട് എ സ്മൈൽ ഓൺ യുവർ ഫേസ് ആൻഡ് ബി ഗുഡ് എക്സാമ്പിൾ ടു അതേഴ്സ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞു, നീ അങ്ങോട്ട് ചെല്ലൂ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അവരുടെ കൂടെ ചേരൂ. ആ മുഖത്തൊരു ചിരി വേണം. നീ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു മാതൃകയാവണം. ഐ ഹെസിറ്റേറ്റഡ് ആൻഡ് ക്ലങ് ടു ഹിസ് ഹാൻഡ്. അപ്പോൾ നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ, ആദ്യത്തെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ കൈ പിടിച്ചായിരിക്കും നമ്മൾ പോയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചില ആൾക്കാരൊക്കെ കരഞ്ഞിട്ടുണ്ടാവും. ആ ക്ലാസ്സിലേക്ക് കയറിപ്പോകാൻ നമുക്കൊക്കെ മടി ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. ഇവിടെയും ആ കുട്ടി ചെയ്യുന്നതും അതുതന്നെയാണ്. അപ്പോൾ അച്ഛനങ്ങനെ പൊയ്ക്കോളാൻ വേണ്ടി പറയുന്ന സമയത്ത് കുട്ടി പോകാതെ അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് ഞാൻ പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ബട്ട് ഹി ജെൻ്റ്ലി പുഷ് മീ ഫ്രം ഹിം. പക്ഷെ അച്ഛൻ എന്ത് ചെയ്തു? വളരെ സ്നേഹത്തോടു കൂടി അച്ഛനിൽ നിന്ന് എന്നെ ഇങ്ങനെ തള്ളി മാറ്റി. ബി എ ബോൾഡ്
അതായത് നീ കുറച്ചുകൂടി ധൈര്യശാലിയാവ്. ഹി സെഡ് ടുഡേ യു ട്രൂലി ബിഗിൻ ലൈഫ്. നീ ഇന്ന് യഥാർത്ഥത്തിൽ നിൻ്റെ ജീവിതം തുടങ്ങുകയാണ്. യു വിൽ ഫൈൻഡ് മീ വെയിറ്റിംഗ് ഫോർ യു വെൻ ഇറ്റ്സ് ടൈം ടു ലീവ്. നീ പേടിക്കണ്ട, സ്കൂള് വിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനാകുന്ന സമയം ഞാനിവിടെ നിനക്ക് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും. ഐ ടുക്ക് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ സ്റ്റോപ്ഡ് ആൻഡ് ലുക്ക്ഡ്. ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച ശേഷം അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി. ബട്ട് സോ നത്തിങ്. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് എന്തെങ്കിലും കാണാൻ വേണ്ടി സാധിച്ചോ? ഇല്ല. ദെൻ ദ ഫേസസ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് കെയിം ഇൻ ടു വ്യൂ. അപ്പോൾ തന്നെ കുറേ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയൊക്കെ മുഖം എൻ്റെ മുൻപിൽ തെളിഞ്ഞു വന്നു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അവിടെ കാണുന്ന ആൾക്കാരെ ആരെയും എനിക്കറിയില്ല. നൺ ഓഫ് ദം ന്യൂ മീ. അവർക്ക് ആർക്കും എന്നെയും അറിയില്ല. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ ഹു ഹാഡ് ലോസ്റ്റ് ഹിസ് വേ. എനിക്ക് തന്നെ ഞാനൊരു സ്ട്രേഞ്ചർ ആയതുപോലെ, അതായത് വഴി നഷ്ടപ്പെട്ട ഒരു സ്ട്രേഞ്ചറെ പോലെ തോന്നി. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി വർ ഡിറക്റ്റഡ് ടുവേർഡ് മീ. എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് ഹൂ ബ്രോട്ട് യു. അങ്ങനെ ആകാംക്ഷയോട് നോക്കുന്ന സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഹൂ ബ്രോട്ട് യു, ആരാണ് നിന്നെ കൊണ്ടുവന്നത്? മൈ ഫാദർ, ഐ വിസ്പേർഡ്. അപ്പോൾ ഒരു പേടിച്ചരണ്ട ആ ഒരു ശബ്ദത്തോടു കൂടി പതിയെ ഞാൻ പറഞ്ഞു, മൈ ഫാദർ, എൻ്റെ അച്ഛനാണ് എന്നെ കൊണ്ടുവന്നത്. മൈ ഫാദർ ഡെഡ്, ഹീ സെഡ് ക്വൈറ്റ് സിംപ്ലി. അപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞത്? എൻ്റെ അച്ഛൻ മരിച്ചുപോയി. വളരെ സിമ്പിളായിട്ട് ആ കുട്ടി ആ ഒരു കാര്യം പറഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ദ ഗേറ്റ് വാസ് ക്ലോസ്ഡ്. പെട്ടെന്ന് തന്നെ ആ ഗേറ്റ് അടയ്ക്കപ്പെട്ടു. ആൻഡ് ലെറ്റിംഗ് ഔട്ട് ദ പിറ്റിയബിൾ സ്ക്രീച്ച് സം ഓഫ് ദ ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അപ്പോൾ അങ്ങനെ ഗേറ്റൊക്കെ അടച്ചു കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കരയുന്നതായിട്ടൊക്കെ കണ്ടു. ദ ബെൽ റാങ്. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. എ ലേഡി കെയിം അലോങ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ഒരു ലേഡിയും അവരുടെ കൂടെ കുറച്ച് ആൾക്കാരും അങ്ങോട്ടേക്ക് വന്നു. ദ മെൻ ബിഗാൻ സോർട്ടിങ് അസ് ഇൻ ടു റാങ്ക്സ്. അവിടേക്ക് വന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി? ഞങ്ങളെയൊക്കെ റാങ്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദിസ് ഈസ് യുവർ ന്യൂ ഹോം സെഡ് ദ വിമൻ. എന്നിട്ട് ആ ഒരു ലേഡി പറയാൻ വേണ്ടി തുടങ്ങി, ഇതാണ് നിങ്ങളുടെ പുതിയ വീട്. ഹിയർ ടു ദ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. നിങ്ങൾക്കിവിടെ അമ്മയും അച്ഛനും എല്ലാം ഉണ്ടായിരിക്കും. ഹിയർ ദർ ഈസ് എവറിത്തിങ് ദാറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ബെനഫിഷ്യൽ നോളജ് ആൻഡ് ലൈഫ്. നിങ്ങൾക്കിവിടെ ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ അറിവ് നേടാൻ വേണ്ടിയിട്ടുള്ള, അതും എങ്ങനെയാണ് എൻജോയബിൾ, വളരെ സന്തോഷിച്ചുകൊണ്ട് അറിവ് നേടാൻ കഴിയുന്ന, ജീവിതത്തിന് വേണ്ട അറിവ് നേടാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ഇത്. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. നിങ്ങൾ നിങ്ങളുടെ കണ്ണീരൊക്കെ തുടച്ചിട്ട് ആ ജീവിതത്തെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നോക്കിക്കാണൂ. വോണ്ട് യു? നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ എന്ന് അവർ എല്ലാവരോടുമായിട്ട് ചോദിച്ചു. ഹി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെയ്ൻമെൻറ്റ്. അങ്ങനെ അവസാനം ഞങ്ങൾ തോൽവി സമ്മതിച്ചു. ഞങ്ങൾ മനസ്സിലാക്കി ഇവിടെ നിന്ന് ഇനിയൊരു രക്ഷയില്ല എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കി. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be loved with. അങ്ങനെ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയിരിക്കുകയാണ് നമ്മളുടെ കുട്ടി. അങ്ങനെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ട് സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഈ മനുഷ്യന്മാരിൽ നിന്ന് സുഹൃത്തുക്കളെ കണ്ടെത്തുന്നത് എന്ന് ആ കുട്ടി അവിടെ നിന്ന് പതുക്കെ പഠിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ബോയ്സിൽ നിന്ന് തനിക്ക് ചേരുന്ന കുറച്ച് സുഹൃത്തുക്കളെ അവൻ കണ്ടെത്തി. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന പെൺകുട്ടികളിൽ നിന്ന് താൻ സ്നേഹിക്കേണ്ട പെൺകുട്ടികൾ ആരൊക്കെയാണ് എന്ന് അവൻ പതിയെ മനസ്സിലാക്കി തുടങ്ങി. Then it seemed to be my misgivings had no basis. അങ്ങനെ ഞാൻ പതുക്കെ മനസ്സിലാക്കുകയായിരുന്നു, എൻ്റെ പല ചോദ്യങ്ങൾക്കും ഒന്നും ഉത്തരമില്ല, അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്ന ആ ചോദ്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊരു അടിസ്ഥാനമില്ല എന്ന കാര്യം ഞാൻ പതിയെ മനസ്സിലാക്കി. I had never imagined school would have this rich variety. ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല സ്കൂളിൽ ഇത്രയും വ്യത്യസ്തതകൾ ഉണ്ടാകുമെന്ന കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. We played all sort of games, swings, the vaulting house, ball games. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ പലതരത്തിലുള്ള ഗെയിമുകൾ ഞങ്ങൾ കളിച്ചു. സ്വിങ്സ്, ആ ഊഞ്ഞാലിൽ ഞങ്ങൾ ആടി, ബോൾ ഗെയിംസ് കളിച്ചു, വോൾട്ടിംഗ് ഹൗസസ് കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫേസ്റ്റ് സോങ്. സ്കൂളിൽ പോയിട്ട് ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? ഒരു പാട്ടൊക്കെ പഠിച്ചു. വി ഓൾസോ ഹാഡ് അവർ ഫേസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. ആദ്യമായിട്ട് ഭാഷ പഠിക്കാൻ വേണ്ടി തുടങ്ങി.
വി സോ എ ഗ്ലോബ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഒരു ഗ്ലോബ് ഞങ്ങൾ കണ്ടു. വിച്ച് റിവോൾവ് ആൻഡ് ഷോഡ് ദ വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ്. ആ ഒരു ഗ്ലോബ് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് കോണ്ടിനെൻറ്റ്സ്, ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ കാണിച്ചു തന്നു. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദ നമ്പേഴ്സ്. ഞങ്ങൾ നമ്പേഴ്സ് പഠിക്കാൻ വേണ്ടി തുടങ്ങി. വി എയ്റ്റ് ഡെലീഷ്യസ് ഫുഡ്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം ഞങ്ങൾ കഴിച്ചു. ടുക്ക് എ ലിറ്റിൽ നാപ്പ്. വളരെ സുഖമായിട്ടുള്ള ഒരു ഉറക്കമൊക്കെ കിട്ടി. ആൻഡ് വോക്ക് അപ്പ് ടു ഗോ ഓൺ വിത്ത് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലവ്, പ്ലേ ആൻഡ് ലേണിംഗ്. അങ്ങനെ ആ സൗഹൃദത്തോടു കൂടി, സ്നേഹത്തോടു കൂടിയിട്ട് എല്ലാവരുടെയും കൂടെ പോകാനും കളിക്കാനും പഠിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ എക്സ്പീരിയൻസസ് ആ കുട്ടി ആദ്യത്തെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നേടിയെടുത്തു. അപ്പോൾ നമ്മളുടെയൊക്കെ ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു അല്ലേ? നമ്മളൊക്കെ ആദ്യത്തെ സ്കൂളിൽ പോകുന്ന സമയത്ത് ആരെയും പരിചയമില്ല. നമ്മളിങ്ങനെ പതിയെ നമ്മളുടെ കൂട്ടുകാരെ കണ്ടെത്തുന്നു, അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു, ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു അല്ലേ? ഇത് നമുക്കൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. നമ്മളും സ്കൂളിൽ പോയപ്പോൾ ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പറയുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത്. ആസ് അവർ പാത്ത് റിവീൽഡ് ഇറ്റ് സെൽഫ് ടു അസ്. അങ്ങനെ ഞങ്ങൾക്ക് മുൻപിൽ ഒരു വഴി ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. However, we did not find it as totally sweet and unclouded. പക്ഷേ ഈ വഴി എന്ന് പറയുന്നത് അത്ര മധുരമുള്ളതാണോ? അല്ല. ആൻഡ് അൺക്ലൗഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആ മേഘാവൃതമായിട്ടുള്ള ഒന്നാണ് അല്ലേ? അങ്ങനെ മേഘമില്ലാത്ത തെളിഞ്ഞു കിടക്കുന്ന ഒരു പാതയൊന്നും അല്ല ഞങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വന്നിട്ടുള്ളത്. Dust laden winds and unexpected accidents could happen suddenly. അപ്പോൾ ഈ ഒരു ലേണിംഗ് എന്ന് പറയുന്ന സ്കൂളിലുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ അവിടെ സംഭവിക്കും. ഡസ്റ്റ് ലാഡൻ വിൻഡ്സ്, പൊടി നിറഞ്ഞിട്ടുള്ള കാറ്റുകൾ ഉണ്ടായിരിക്കും. അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻറ്റ്സ്, പ്രതീക്ഷിക്കാത്ത ആക്സിഡൻറ്റുകൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, അതായത് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആ ഒരു സ്കൂൾ ജീവിതത്തിൽ സംഭവിക്കും. സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ. നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ശ്രദ്ധിക്കണം. ആൻഡ് വെരി പേഷ്യൻറ്റ്, ക്ഷമയുള്ളവരായിരിക്കണം. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് കുറേ കളികൾ മാത്രമല്ല, അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് മാത്രമല്ല സ്കൂളിംഗ് എന്ന് പറയുന്നത്. റൈവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗിവ് റൈസ് ടു ഫൈറ്റിംഗ്. മത്സരങ്ങളുണ്ടാവും, ശത്രുതകളുണ്ടാവും, അല്ലെങ്കിൽ വെറുപ്പുണ്ടാകും. ഇതൊക്കെ എന്തിലേക്കാണ് നയിക്കുന്നത്? ഒരു ഫൈറ്റിങ്ങിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമ്മിലടികളിലേക്കും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്കും ഒക്കെ ഇത് നയിക്കുന്നുണ്ട്. ആൻഡ് വൈൽ ദ വുമൻ വുഡ് സംടൈംസ് സ്മൈൽ. ഇനിയോ നമ്മളുടെ വിമൻ അല്ലേ, നമ്മളുടെ ആ ഒരു പ്രിൻസിപ്പൽ ഹെഡ് മിസ്ട്രസ് ആയിട്ടുള്ള ആ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. ചില സമയങ്ങളിൽ അവർ ചിരിക്കും. ഷീ വുഡ് ഓഫ്റ്റൻ സ്കൗൾ ആൻഡ് സ്കോൾഡ്. ചില സമയങ്ങളിലോ ദേഷ്യപ്പെടും. ആൻഡ് സ്കോൾഡ്, ചില സമയങ്ങളിൽ വഴക്ക് പറയും. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ചില സമയങ്ങളിലൊക്കെ ശാരീരികമായിട്ട് അവർ പണിഷ് ചെയ്യാറുണ്ട്, ശിക്ഷകൾ നൽകാറുണ്ട്. ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് എൻഡ് ഓഫ് വർക്ക്. അങ്ങനെ ആ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചിരിക്കുകയാണ്. The throng of children rushed toward the gate. കുട്ടികളുടെ ഒരു കൂട്ടം തന്നെ ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. വിച്ച് വാസ് ഓപ്പൺഡ് അഗെയിൻ. അപ്പോൾ രാവിലെ തുറന്നു കണ്ടതാണ്, ഇപ്പോഴതാ വീണ്ടും തുറന്നു കാണുകയാണ് ആ ഗേറ്റ്. ഐ ബേഡ് ഫേർവെൽ ടു ഫ്രണ്ട്സ് ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ്. എന്നിട്ടോ ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. ആരോടൊക്കെ യാത്ര പറഞ്ഞത്? എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ യാത്ര പറഞ്ഞു. ആൻഡ് സ്വീറ്റ് ഹാർട്ട്സ്, നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഞാൻ സ്നേഹിക്കേണ്ട ആ ഒരു പെൺകുട്ടികളെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. അവരോടൊക്കെ, ആ സ്വീറ്റ് ഹാർട്ട്സിനോടൊക്കെ ഞാൻ എന്ത് ചെയ്തു? ആ ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ആൻഡ് ഐ പിയേർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. അങ്ങനെ ആ ഒരു ഗേറ്റൊക്കെ കടന്ന് ഞാൻ മുന്നിലേക്ക് വന്നു. എന്നിട്ട് ഞാനിങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്, എവിടെ അച്ഛനെവിടെ എന്ന രീതിയിൽ ഞാനിങ്ങനെ നോക്കുകയാണ്. പക്ഷേ രാവിലെ അവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പോയ ആളാണ്, അവിടെ അച്ഛനെ കാണാനില്ല. ഹു ഹാഡ് പ്രോമിസ് ടു ബി ദർ. രാവിലെ അച്ഛൻ എന്താ പറഞ്ഞത്? നീ ക്ലാസ് വിടുമ്പോഴേക്കും ഞാനിവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു പോയ മനുഷ്യനെ അവിടെ കാണാനില്ല. ഐ സ്റ്റെപ്ഡ് എസ് ഐ ടു വെയിറ്റ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? കുറച്ച് നേരം അവിടെ കാത്തു നിൽക്കാമെന്ന് കരുതി. When I had waited for a long time without avail. ഞാൻ കുറേ നേരം കാത്തു നിന്നു, പക്ഷേ എന്തെങ്കിലും ഉപയോഗം ഉണ്ടായോ? ഇല്ല, അച്ഛനെ കാണാനുണ്ടായിരുന്നില്ല. I decided to return home on my own. അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ തീരുമാനിച്ചു. I had taken a few steps. അങ്ങനെ ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ a middle aged man passed by. എന്നെ കടന്ന് ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ കടന്നു വരുന്നുണ്ടായിരുന്നു.
ആൻഡ് ഐ റിയലൈസ് ദാറ്റ് അറ്റ് വൺസ് ദാറ്റ് ഐ ന്യൂ ഹിം. എനിക്ക് ഇയാൾ അറിയാലോ എന്ന കാര്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു. ഹീ കെയിം ടുവേർഡ് മീ. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു, സ്മൈലിംഗ്, ചിരിച്ചുകൊണ്ട്, ആൻഡ് ഷുക്ക് മീ ബൈ ദ ഹാൻഡ്. അദ്ദേഹം എന്ത് ചെയ്തു? എൻ്റെ കൈ പിടിച്ചു കുലുക്കി. സേയിങ്, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു. വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ എഗ്രീഡ് വിത്ത് ഹിം ആൻഡ് ഇൻ ടേൺ ആസ്ഡ്, ആൻഡ് യു, ഹൗ ആർ യു? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ എൻ്റെ തല കുലുക്കിക്കൊണ്ട് ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, ഞാൻ ഹാപ്പി ആയിരിക്കുന്നു എന്ന കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൺവേ ചെയ്തു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, എന്തൊക്കെയാണ് വിശേഷം? ആസ് യു ക്യാൻ സീ, നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. കാണുന്നത് പോലെ തന്നെ നിനക്ക് കാണാൻ കഴിയില്ലേ, എല്ലാം ഓക്കെയാണ്, ദൈവത്തിന് നന്ദി പറയേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എഗെയിൻ ഹി ഷുക്ക് മീ ബൈ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. അദ്ദേഹം എൻ്റെ കൈ വീണ്ടും ഒന്ന് കുലുക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടിന് പോയി. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ്. ഞാൻ വീണ്ടും കുറച്ച് സ്റ്റെപ്പുകൾ കൂടി മുന്നോട്ട് വെച്ചു. ദെൻ കെയിം ടു സ്റ്റാർട്ടിൽഡ് ഹാർട്ട്. പെട്ടെന്നാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഗുഡ് ലോർഡ്, ദൈവമേ, വെർ വാസ് ദ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്? രാവിലെ വന്നപ്പോൾ കണ്ട ആ തെരുവും ആ ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു ഗാർഡൻസുമൊക്കെ എവിടെ പോയി? ആൻഡ് വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർ ടു? എങ്ങോട്ടാണത് അപ്രത്യക്ഷമായി പോയത്? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾ ഇൻവേർഡ് ഇറ്റ്? ഇവിടേക്ക് എങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ അതിക്രമിച്ച് കയറി വന്നിട്ടുള്ളത്? ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് ആ ഒരു തെരുവിലേക്ക് ഇങ്ങനെ നോക്കി നിന്നു. ആൻഡ് വെൻ ഡിഡ് ഓൾ ദ ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ്സ് സർഫേസ്? ഹോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജനക്കൂട്ടത്തെ, അല്ലെങ്കിൽ നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഹോട്ട്സ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത്രയും വലിയ ജനക്കൂട്ടമൊക്കെ എങ്ങനെ ഇവിടെ വന്നത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ടു റെഫ്യൂസ് ടു കം ടു കവർ ഇറ്റ് സൈഡ്സ്? എങ്ങനെയാണ് ഈ ഒരു മലനിരകളൊക്കെ അതിൻ്റെ സൈഡുകളൊക്കെ കവർ ചെയ്തിരിക്കുന്നത്? ആൻഡ് വേർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡേർഡ് ഇറ്റ്? ഇവിടെ കുറേ പാടങ്ങളുണ്ടായിരുന്നല്ലോ, അതൊക്കെ എവിടെ പോയി? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സെർച്ച് വിത്ത് ചിൽഡ്രൻ. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ആ ഒരു സ്ഥലത്തൂടെ ആദ്യമായി കടന്നു പോവാണ്. അപ്പോൾ ആ കുട്ടി കാണുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? വലിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ കുട്ടികളാൽ നിറഞ്ഞിട്ടുള്ള ആ ഒരു ടൗണൊക്കെ ആ കുട്ടി ഇങ്ങനെ കാണുകയാണ് ആദ്യമായിട്ട്. ആൻഡ് ഡിസ്റ്റർബിങ് നോയ്സ് ഷുക്ക് ദ എയർ. അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ, ആൾക്കാർ നടന്നു പോകുമ്പോൾ ഒക്കെയുള്ള ആ ശബ്ദം കൊണ്ട് അങ്ങനെ ശബ്ദമുഖരിതമായിരുന്നു ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് ദ സർക്കസ്. അതുപോലെ തന്നെ ഒരു ബാൻഡ് അനൗൺസിങ് വന്നു. എന്താ ബാൻഡ് അനൗൺസിങ് വന്നത്? സർക്കസ് എന്ന് പറയുന്ന ആ സർക്കസിൻ്റെ ഓപ്പണിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു ബാൻഡ് അനൗൺസ്മെൻറ്റ് വന്നു. വിത്ത് എ ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. ആ ഒരു അനൗൺസ്മെൻറ്റിൻ്റെ മുൻപിലായിട്ട് ക്ലൗൺസും അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റേഴ്സും ഒക്കെ നടക്കുന്നുണ്ട്. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിയിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രൗഡ് മെജസ്റ്റിക്കലി ബൈ. അതുപോലെ തന്നെ അതിൻ്റെ പിറകിലായിട്ട് എന്താ ഉള്ളത്? ഒരു ട്രക്ക് ഉണ്ട്. അതിൽ നിറയെ സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്പിനെയൊക്കെ കൊണ്ടുപോകുന്ന, അതും എങ്ങനെയാണ് മജസ്റ്റിക്കലി ഭയങ്കര ഗംഭീരമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ട്രക്കൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ നമ്മളുടെ കുട്ടി കണ്ടു. ദ സൈറൺ ഓഫ് ദ ഫയർ എൻജിൻ ഷ്രീക്ഡ്. അങ്ങ് ദൂരെ നിന്ന് ഒരു ഫയർ എൻജിൻ്റെ അലാം ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് നോട്ട് ക്ലിയർ ഹൗ ദ വെഹിക്കിൾ കുഡ് ക്ലീവ് ഇറ്റ്സ് വേ ടു റീച്ച് ദ ബ്ലേസിംഗ് ഫയർ. അപ്പോൾ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഇങ്ങനെ നോക്കി. ഇത്രയും വലിയ തിരക്കിനിടയിലൂടെ, ഇത്രയും വലിയ ട്രാഫിക്കിനിടയിലൂടെ അതിനെയൊക്കെ കീറി മുറിച്ചുകൊണ്ട് ആ ഒരു വെഹിക്കിൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക, ആ ഒരു തീയൊക്കെ പിടിച്ചിരിക്കുന്നിടത്തേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക എന്ന കാര്യമൊക്കെ ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടിയിട്ട് ആലോചിച്ച് നോക്കിക്കൊണ്ട് ഞാൻ നിന്നു. എ ബാറ്റിൽ റേജ് ബിറ്റ്വീൻ ദ ടാക്സി ഡ്രൈവർ ആൻഡ് ഹിസ് പാസഞ്ചർ. വീണ്ടും മുന്നോട്ട് പോയപ്പോൾ എന്താ കണ്ടത്? ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആരൊക്കെ തമ്മിലാ? ഒരു ടാക്സി ഡ്രൈവറും ആ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു പാസഞ്ചറും തമ്മിലായിരുന്നു. അവർക്ക് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണ് അവിടെ. വൈൽ ദ പാസഞ്ചേഴ്സ് വൈഫ് കോൾഡ് ഔട്ട് ഫോർ ഹെൽപ്പ്, നോ വൺ ആൻസേർഡ്. അപ്പോഴോ അതിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ആ യാത്രക്കാരൻ്റെ ഭാര്യ അവിടെ കടന്നു പോകുന്ന ആൾക്കാരെടുത്ത് സഹായം ചോദിക്കുന്നുണ്ട്. പക്ഷേ ആരും തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ ദ ഡേയ്സ്. ഞാൻ ഇതിൻ്റെയൊക്കെ ഇടയിൽ പെട്ടുപോയല്ലോ ദൈവമേ. മൈ ഹെഡ് സ്പൺ. എൻ്റെ തല ഇങ്ങനെ ചുറ്റുന്നത് പോലെ എനിക്ക് തോന്നിത്തുടങ്ങി. വീഡിയോൻ്റെ ഇടയിൽ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ആ താഴെ രേഖപ്പെടുത്തുക. കാരണം മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തണമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ കഥയിലേക്ക് തിരിച്ചു പോകാം അല്ലേ?
ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി. എനിക്കിങ്ങനെ ഒരു ഭ്രാന്ത് പിടിക്കുന്നത് പോലെ, കാരണം ഈ ഒരു എന്താ പറയുക, കാഴ്ചകളും ഈ ഒരു എക്സ്പീരിയൻസൊക്കെ ആയിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിത്തുടങ്ങി. ഹൗ കുഡ് ഓൾ ദിസ് ഹാവ് ഹാപ്പൻഡ് ഇൻ ഹാഫ് എ ഡേ? ഒരു അര ദിവസം കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? ബിറ്റ്വീൻ ഏർലി മോർണിംഗ് ആൻഡ് ദ സൺസെറ്റ്. ആ ഒരു ഏർലി മോർണിംഗും ഈ ഒരു സൂര്യാസ്തമയത്തിൻ്റെയും ഇടയിൽ ഇത്രയൊക്കെ ഇവിടെ സംഭവിച്ചോ? ഐ വുഡ് ഫൈൻഡ് ദ ആൻസർ അറ്റ് ഹോം വിത്ത് മൈ ഫാദർ. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിക്കണം. ബട്ട് വെർ വാസ് മൈ ഹോം? പക്ഷെ എൻ്റെ വീട് എവിടെയായിരുന്നു? ഐ കുഡ് സീ ഓൺലി ടോൾ ബിൽഡിങ്സ് ആൻഡ് ഹോർഡേഴ്സ് ഓഫ് പീപ്പിൾ. ഞാനിങ്ങനെ ചുറ്റും നോക്കുമ്പോൾ എനിക്ക് എന്താ കാണാൻ വേണ്ടി കഴിയുന്നത്? വലിയ ഉയരമുള്ള കെട്ടിടങ്ങളും അതുപോലെ തന്നെ ജനക്കൂട്ടങ്ങളെയും മാത്രമാണ് ഞാൻ കാണുന്നത്. ഐ ഹേസ്റ്റൻഡ് ഓൺ ദ ക്രോസ് റോഡ് ബിറ്റ്വീൻ ദ ഗാർഡൻസ് ആൻഡ് അബുഖോഡ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ അബുഖോഡ എന്ന് പറയുന്നത്. അപ്പം ഞാൻ വളരെ വേഗത്തിൽ എങ്ങോട്ട് ചെന്നു? ആ ക്രോസ് റോഡിലേക്ക് ചെന്നു. അബുഖോഡ എന്ന് പറയുന്ന ആ സ്ഥലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്താൻ കഴിയൂ. ഐ ഹാഡ് ടു ക്രോസ് അബുഖോഡ ടു റീച്ച് മൈ ഹോം. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? അബുഖോഡ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ക്രോസ് ചെയ്യണം. ബട്ട് ദ സ്ട്രീം ഓഫ് ദ കാർസ് വുഡ് നോട്ട് ലെറ്റ് അപ്പ്. പക്ഷേ എനിക്ക് ആ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല, പറ്റുന്നില്ല. കാരണം എന്താ? ഇങ്ങനെ കാറുകൾ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കുന്നില്ല. ദ ഫയർ എഞ്ചിൻ സൈറൻസ് വാസ് ഷ്രീക്കിംഗ് അറ്റ് ഫുൾ പിച്ച് ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് ദ സ്നെയിൽ സ്പേസ്. അപ്പോഴോ ആ ഫയർ എഞ്ചിൻ ഇങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് പോകുന്നത്? ഒരു സ്നെയിലിനെ പോലെ, ഒച്ചിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞാണ് അത് പോകുന്നത്. ആൻഡ് ഐ സെഡ് മൈസെൽഫ്, അപ്പം ഞാൻ എന്നോട് തന്നെ ഇങ്ങനെ സ്വയം പറഞ്ഞു, ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലെഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. എന്താണോ ആ ഒരു ഫയർ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി കഴിയട്ടെ. അതായത് ഈ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? തീ പിടിച്ച് മൊത്തം കത്തി തീർന്നാലും മിക്കവാറും ഫയർ എഞ്ചിൻ അവിടെ എത്തില്ല. എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡായി. ഐ വണ്ടേർഡ് വെൻ ഐ കുഡ് ബി ഏബിൾ ടു ക്രോസ്. എപ്പോഴാണ് എനിക്ക് ഈ റോഡ് മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക? ആൻഡ് ഐ സ്റ്റുഡ് ദർ ലോങ് ടൈം. കുറേ നേരം ഞാൻ അവിടെ നിന്നു. അൻറ്റിൽ ദ യങ് ലാഡ് എംപ്ലോയിഡ് അറ്റ് ദ അയണിങ് ഷോപ്പ്. അവിടെ ആ ഒരു കോർണറിൽ അയണിങ് ഷോപ്പിൽ ആ ഒരു തേപ്പ് കടയിലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു യങ് ലാഡ്, ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു. ആൻഡ് ഓൺ ദ കോർണർ കെയിം അപ്പ് ടു മീ. ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. ഹി സ്ട്രെച്ച് ഔട്ട് ഹിസ് ആം. എന്നിട്ട് അവൻ്റെ കൈകൾ എൻ്റെ നേരെ നീട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ഗ്രാൻഡ് പാ, ലെറ്റ് മീ ടേക്ക് യു ക്രോസ്. ഗ്രാൻഡ് പാ, നിങ്ങളെ ഞാൻ ഈ റോഡ് കടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ. അപ്പം ഇവിടെ ഗ്രാൻഡ് പാ എന്ന് ആണ് വിളിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് കുറച്ച് കൺഫ്യൂഷനാവും. ഇത് കുട്ടിയുടെ കഥയല്ലേ നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ എങ്ങനെ ഗ്രാൻഡ് പാ ആയത് എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, കഥകളായാലും കവിതകളായാലും ഒക്കെ അത് വായിക്കുന്ന ആളുടെ പെർസെപ്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ എന്താണ്, ആ കുട്ടി തന്നെയായിരിക്കും, ആ കുട്ടിക്ക് ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ആ മറ്റേ കുട്ടി വന്നിട്ട് കളിയാക്കിക്കൊണ്ട് പറഞ്ഞായിരിക്കാം, ഗ്രാൻഡ് പാ, നിന്നെ ഞാൻ റോഡ് കടത്താൻ വേണ്ടി സഹായിക്കട്ടെ എന്ന് ചോദിച്ചതായിരിക്കാം. അതല്ലെങ്കിൽ ഈ എഴുത്തുകാരൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയായിരിക്കാം. രാവിലെ, അതായത് നമ്മളുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത് നമ്മളെ കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു പാരൻ്റ് നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും അല്ലേ? ഈ കുട്ടിയുടെ കാര്യത്തിൽ ആ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നത് അച്ഛനാണ്. അങ്ങനെ നമ്മളുടെ ജീവിതം തുടങ്ങുന്നത് മറ്റൊരാളുടെ കൈ പിടിച്ചുകൊണ്ടാണ്. അതിനുശേഷം ആ കുട്ടി കാണുന്ന കാഴ്ചകളും ആ ഒരു തെരുവിലൂടെ നടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ അവൻ സ്വയം അനുഭവിച്ചറിയുകയാണ്. ചിലപ്പോൾ ഇവിടെ ആ കഥാകാരൻ പറഞ്ഞിരിക്കുന്ന കാര്യം എന്തായിരിക്കും? നമ്മളുടെ നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചും നമ്മൾ എങ്ങനെയാണ് ആ പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് മുന്നോട്ട് വരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഈ കഥാകാരൻ പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ അവസാനം നമ്മളുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ സ്റ്റേജിൽ ആ ഒരു ഗ്രാൻഡ് പായായി നിൽക്കുകയാണ്. കാരണം ജീവിതം ഇങ്ങനെ ഒഴുകി പോയി ധാരാളം പ്രശ്നങ്ങളൊക്കെ നേരിട്ട് ആ ഒരു ചെറിയ കുട്ടി എന്ന നിലയിൽ നിന്ന് ഇപ്പോൾ ഒരു ഗ്രാൻഡ് പായായിട്ട് മാറി നിൽക്കുകയാണ്. അത്രത്തോളം അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ ചിലപ്പോൾ ഒരു ഗ്രാൻഡ് പേ ആയതുകൊണ്ടായിരിക്കാം ആ ടൗണിലേക്ക് വന്നപ്പോൾ പണ്ട് ഞാൻ വന്ന ടൗൺ ഇങ്ങനെ അല്ലല്ലോ എന്നുള്ള അത്ഭുതം അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മളുടെ ഇഷ്ടമാണ് ആ കുട്ടിയെ ചിലപ്പോൾ കളിയാക്കിക്കൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടി തൻ്റെ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഒരു ഗ്രാൻഡ് പേ ആയി മാറിയിട്ട് തൻ്റെ കൊച്ചുമകൻ തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ഐറണിക്കലായിട്ടാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, കഥ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. ബൈ ബൈ.